എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ വരാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിചയക്കാർ കുറേ പേര് വന്ന് ചോദിച്ചു, ഈ വാക്സിൻ കിട്ടാനായിട്ട് ഇപ്പോൾ നിങ്ങൾ ഹെൽത്ത് സെൻ്ററിലേക്ക് പോകാം, പക്ഷേ അവർ പറയണത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറയണം. അപ്പോൾ അങ്ങനെ അവർ പലപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് അല്ല, അവരുടേതായിട്ടുള്ള സംശയങ്ങൾ ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണത്. ഇപ്പോൾ ഈ വീഡിയോയിൽ മെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് വാക്സിൻ കിട്ടാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യാം, അത് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് 3 രീതിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ഒന്ന്, നമുക്ക് കോവാക്സിൻ്റെ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യാം, ആരോഗ്യ സേതുവിൻ്റെ സൈറ്റ് വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാം, പിന്നെ നേരിട്ടിട്ട് ഹെൽത്ത് സെൻ്ററിൽ പോയാലും നമുക്ക് വാക്സിന് വേണ്ടിയിട്ട് ടോക്കൺ എടുത്ത് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു സിനാരിയോ മാറി. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 രീതിയിൽ നമുക്ക് പറ്റുള്ളൂ. ഒന്ന്, കോവാക്സിൻ്റെ ആപ്പ് വഴിയും അതുപോലെ ആരോഗ്യ സേതുവിൻ്റെ സൈറ്റ് വഴി മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ 2 രീതിയിലും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്, അതിന് വ്യത്യാസമില്ല. പക്ഷേ നമ്മളൊരു എക്സാമ്പിൾ ഒരാളെ രജിസ്റ്റർ ചെയ്യുന്നത് നമ്മളൊരു വീഡിയോ പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് വാക്സിൻ വേണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആരോഗ്യ സേതു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അതിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് മേലെ ഒരു 4 ഐക്കൺസ് കാണാം. യുവർ സ്റ്റാറ്റസ്, മീഡിയ, കോവിഡ് അപ്ഡേറ്റ്സ്, കോവിൻ. അപ്പോൾ യുവർ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊറോണ പേഷ്യൻ്റായിട്ട് എങ്ങനെയും ഇടപഴകിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ആപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ബ്ലൂടൂത്തും അതുപോലെ ലൊക്കേഷനും നിങ്ങൾ മൊബൈലിൽ ഓണാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾ കോവിഡ് പേഷ്യൻ്റായിട്ട് എങ്ങനെയും നിങ്ങൾ ഇടപഴകുകയാണെങ്കിൽ അത് സേഫ് അല്ലാന്ന് കാണിക്കും. പിന്നെ മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണ സ്റ്റാറ്റസ് ഇല്ലേ, കൊറോണയെ കുറിച്ചുള്ള വീഡിയോസ് വരും. കോവിഡ് അപ്ഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്ര കേസ് ഉണ്ടായി, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെയുള്ളതാണ് കോവിൻ. ഇതാണ് നമുക്കിവിടെ രജിസ്ട്രേഷന് വേണ്ടി ആവശ്യം. ആദ്യത്തെ വേണ്ടത് വാക്സിനേഷൻ ഇൻഫർമേഷൻ, അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ വരികയാണെങ്കിൽ അതിൽ വരും. രണ്ടാമത്തെ വാക്സിനേഷനെ പറ്റിയിട്ടുള്ളത്, അതിനാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. പിന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ വാക്സിൻ ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലപ്പോൾ ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ വേണ്ടി പ്രൊസീഡ് ചെയ്തു. അപ്പോൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കണം. മൊബൈൽ നമ്പർ നമ്മൾ അടിച്ചതിന് ശേഷം പ്രൊസീഡ് ടു വെരിഫൈ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്യണം. ഇപ്പോൾ എനിക്ക് OTP വന്നു. അപ്പോൾ ഞാൻ OTP എൻ്റർ ചെയ്യാണ്. അതിൽ 6 അക്ക OTP ഞാനിപ്പോൾ എൻ്റർ ചെയ്തു. ഇനി നമ്മളൊരു ID കാർഡ് സെലക്ട് ചെയ്യണം. ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട് അല്ലെങ്കിൽ പെൻഷൻ ബുക്ക്, അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. ഞാൻ ഇപ്പോൾ ആധാർ കാർഡാണ് സെലക്ട് ചെയ്തത്. പിന്നെ അതിനുശേഷം നമ്മൾ ആ ID കാർഡിൻ്റെ നമ്പർ, പിന്നെ ID കാർഡിൽ നമ്മുടെ പേര് എങ്ങനെയാണോ അങ്ങനെ തന്നെ എഴുതണം. പിന്നെ അതിനുശേഷം നമ്മുടെ ജെൻഡർ, അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏത് വർഷമാണെന്ന് മാത്രം മെൻഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിൽ എഴുതിയാൽ മതി. അപ്പോൾ ഞാനതിൽ ID കാർഡ് നമ്പർ കൂടിയും എഴുതണം. അങ്ങനെ നമുക്ക് അയാളതിൽ ആഡ് ചെയ്തു. ഒരു IDയിൽ, അതായത് ഒരു ഫോൺ നമ്പർ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു IDയിൽ നമുക്ക് 4 ബെനിഫിഷ്യറീസിനെ, 4 പേരെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ അതിലൊരാളെ ടിക്ക് ചെയ്തു. ആ ടിക്ക് ചെയ്ത ആൾക്ക് നമുക്ക് ഇനി അടുത്ത് ഡേറ്റ് എടുക്കുക കഴിഞ്ഞാൽ നോക്കാം. അപ്പോൾ ഞാനതിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അതിലാണ് അടുത്ത് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിൻകോഡ് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. പിൻകോഡ് വെച്ച് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടത്തെ പിൻകോഡ് അടിച്ചിട്ടാണെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ആ പിൻകോഡിലുള്ള സ്ഥലങ്ങളതിൽ വരും. അതിനുശേഷം വാക്സിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്യണം. ഇപ്പം ഞാൻ ആ പിൻകോഡ് അടിച്ച സ്ഥലത്തുള്ള വാക്സിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഡേറ്റ് സെലക്ട് ചെയ്യണം. നമുക്ക് എന്നാണ് വാക്സിൻ എടുക്കാൻ പോകാൻ പറ്റുക ആ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്തു. ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവൈലബിലിറ്റി വരും. ഞാൻ ഇപ്പോൾ 1-ാം തീയതി ഞാൻ സെലക്ട് ചെയ്തത്, അന്ന് അവൈലബിൾ ആണ്. അതിൽ മോർണിംഗും ആഫ്റ്റർനൂണും സമയമുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 18 വയസ്സ് മുതലുള്ള ആൾക്കാർക്ക് ശനിയാഴ്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്യണേ. അതുകൊണ്ട് ഇന്ന് അല്ലെങ്കിൽ അതിന് മുന്നേ, ശനിയാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരിക്കലും രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ മോർണിംഗ് ആണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫേം ചെയ്യാൻ പറയും. നമ്മൾ എടുക്കുന്നത് ഇന്ന സെൻറ്ററിലാണ്, ഇന്ന ഡേറ്റിൽ ഫോർനൂൺ നമ്മൾക്ക് എടുക്കാൻ പറഞ്ഞു. അതിൽ കൺഫേം ചെയ്യാൻ പറഞ്ഞു. അത് നമ്മൾ കൺഫേം ചെയ്യണമെങ്കിൽ കൺഫേം ചെയ്യാം. അപ്പോൾ ഞാൻ കൺഫേം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു മെസ്സേജും വരും. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾഡ് സക്സസ്ഫുള്ളി അങ്ങനെ ഒരു മെസ്സേജും വരും. അതായത് ശരിയായ രീതിയിൽ നിങ്ങൾ ആ ഡേറ്റ് എടുത്തു എന്നുള്ളൊരു മെസ്സേജും വരും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് അവിടെ ഒരു ചുവപ്പ് കളറിൽ കാണാം റീഷെഡ്യൂൾ, അതായത് ഡേറ്റ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ടും സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ 4 പേരെ നമുക്ക് കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ റിലേറ്റീവ്സോ അങ്ങനെ ആര് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ പേരുമേ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുടെ TO വർഗീസ് എന്ന് പറഞ്ഞ ആളുടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അയാളുടെ പേര്, വയസ്സ്, പിന്നെ ID കാർഡ് നമ്പർ, പിന്നെ ബെനിഫിഷ്യറി ID,
അതുപോലെ എവിടെയാണ് ഇനി വാക്സിൻ എടുക്കാൻ പോകേണ്ടത്, എന്നാണ് ഡേറ്റ്, അതെല്ലാം ഇപ്പോൾ കാണാനായിട്ട് പറ്റും. പിന്നെ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ്, നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടും. അതിൽ നമ്മൾ ബെനിഫിഷ്യറി ID നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ID അടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആരോഗ്യ സേതുവിൽ എങ്ങനെ ചെയ്യേണ്ടത് കണ്ടു. ഇനി നമുക്ക് കോവാക്സിൻ്റെ പോർട്ടൽ വഴി എങ്ങനെ ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ബ്രൗസറിൽ കയറി അവിടെ നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് selfregistration.cowin.gov.in. അത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ കോവിൻ്റെ സൈറ്റ് കിട്ടും, നമ്മൾ സെൽഫ് രജിസ്ട്രേഷനുള്ള സൈറ്റ് കിട്ടും. അതിൽ നമ്മൾ മൊബൈൽ നമ്പർ അടിക്കണം, മുന്നിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ അടിക്കണം. അതിനുശേഷം OTPക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മുന്നേ കിട്ടിയതുപോലെ തന്നെ 6 ഡിജിറ്റുള്ള ഒരു OTP കിട്ടും. OTP എനിക്ക് വന്നു. ആ OTP നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യണം. OTP ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ IDയിൽ മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഓൾറെഡി ഒരാൾ അതിൽ രജിസ്റ്റർ ചെയ്തുള്ളതാണ്. അതിൻ്റെ പേര്, ജെൻഡർ, ഏത് വർഷമാണ് ജനിച്ചത്, ഏത് ID നമ്പറാണ് കൊടുത്തുള്ളത്, വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. അതിനിടയിൽ ആഡ് മോർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഒരാളെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് സെയിം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് അതിൽ അടിക്കുക. ID കാർഡിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചതിന് ശേഷം ആധാർ നമ്പർ ആണെങ്കിൽ ആധാർ നമ്പർ, അല്ലെങ്കിൽ ഏത് ID ആണ് ഉപയോഗിക്കുന്നത് ആ ID, പിന്നെ ആ ID കാർഡിലുള്ള പോലെ തന്നെ നമ്മൾ പേരും ടൈപ്പ് ചെയ്യണം, പിന്നെ അയാളുടെ ജെൻഡർ. അപ്പോൾ അങ്ങനെ പേരും ആധാർ നമ്പറും ടൈപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഏത് വർഷമാണ് ജനിച്ചത് അത് നമ്മൾ ആ വർഷം അതിൽ എൻ്റർ ചെയ്യണം, അതായത് അതിൽ ടൈപ്പ് ചെയ്യണം. അത് ടൈപ്പ് ചെയ്തതിന് ശേഷം ആഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആൾ ഇതിൽ ആഡ് ആവും. പിന്നെ നമുക്ക് വീണ്ടും അയാളുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. രണ്ടാമതായിട്ട് ഇപ്പോൾ ആഡ് ചെയ്തത് പുതിയതായിട്ട് ആഡ് ചെയ്ത ആളാണ്. അപ്പോൾ അയാളുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ വാക്സിൻ്റെ അവിടെ ഒരു ഡേറ്റിൻ്റെ കലണ്ടറിൻ്റെ ഒരു ഫോട്ടോ കാണാം. ആ കലണ്ടറിൻ്റെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഷെഡ്യൂൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് നമുക്ക് വാക്സിൻ എടുക്കേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സംസ്ഥാനത്താണ് നമ്മൾ വാക്സിൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സംസ്ഥാനം നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ കേരള സെലക്ട് ചെയ്തു. പിന്നെ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിസ്ട്രിക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ, ഏത് ജില്ലയാണോ ആ ജില്ല നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമ്മൾ ബ്ലോക്ക് സെലക്ട് ചെയ്യണം. നമ്മൾ എവിടെ നിന്നാണോ ഈ വാക്സിൻ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് CHC ആണോ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻകോഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ പിൻകോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ സെർച്ച് എന്ന് പറഞ്ഞുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാക്സിൻ അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ രണ്ട് രീതിയിലും പിന്നെ നമ്മൾ നേരിട്ട് PHCയിലോ അല്ലെങ്കിൽ ഹെൽത്ത് സെന്ററിലോ പോയി വാക്സിൻ എടുക്കില്ല, നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് പോകാം വാക്സിൻ അവൈലബിൾ ആണോ എങ്ങനെയാണെന്ന് പറയാനായിട്ട്. ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. വാക്സിൻ അവൈലബിൾ ആകുമ്പോൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് വാക്സിൻ എടുക്കുക, കോവിഡിനെതിരെ പ്രതിരോധിക്കുക.